ഏറ്റവും പുതിയ ശാസ്ത്ര പഠനമനുസരിച്ച് ഇവിടെ ഒരു ബിഗ് ബാങ് അല്ല, 2 ബിഗ് ബാങ്ങുകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നോർമൽ ബിഗ് ബാങ്, രണ്ടാമത് സംഭവിച്ചത് ഡാർക്ക് ബിഗ് ബാങ് ആണ്. ഏറ്റവും പുതുതായി പബ്ലിഷ് ചെയ്തു വന്ന 2 ശാസ്ത്ര പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ ശാസ്ത്ര പ്രബന്ധം 2023 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്തു വന്നത്. രണ്ടാമത്തേത് 2024, അതായത് ഈ വർഷം നവംബർ മാസം 15-ാം തീയതിയും പബ്ലിഷ് ചെയ്തു വന്നു. ആദ്യം പബ്ലിഷ് ചെയ്തു വന്ന പേപ്പറിലാണ് ആദ്യമായിട്ട് ഈ ബിഗ് ബാങ്ങിനെ കുറിച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബിഗ് ബാങ്ങിൽ എന്ത് പദാർത്ഥങ്ങളാണ് ഉണ്ടായത്, ആ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്താണ്, നമ്മുടെ പ്രപഞ്ചം നിലനിന്ന് പോകുന്നതിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പേപ്പറിൽ വിശകലനം ചെയ്യുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ 2 പേപ്പറുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പ് എനിക്കൊരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി വികസിപ്പിക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കണോ? ഏതൊരു പുതിയ ഭാഷയും അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വളരെയധികം ദൈർഘ്യമേറിയിട്ടുള്ള സംഖ്യകൾ വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ സാധ്യമാകണോ? ഇത് യാഥാർത്ഥ്യമാക്കാനായി ഞാൻ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്ന മെമ്മറി ട്രിക്കുകളും പല പുസ്തകങ്ങളും റെഫർ ചെയ്തെടുത്തിട്ടുള്ള മെമ്മറി ട്രിക്കുകളും ഈ കോഴ്സിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് 50% ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്നതാണ്. അതിനുവേണ്ടി BE50 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതിനു പുറമെ അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസിലും ന്യൂ ഇയർ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന ഈ 2 ശാസ്ത്ര പ്രബന്ധത്തെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്ന ഡാർക്ക് ബിഗ് ബാങ്ങിനെ കുറിച്ചും പറയുന്നതിന് മുൻപ് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പേപ്പറിലെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ആറ്റങ്ങൾ കൊണ്ട് മാത്രമല്ല പദാർത്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആറ്റങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന, നമ്മളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന 5% പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 5%ത്തിലാണ് ഈ പറയുന്ന ബ്ലാക്ക് ഹോളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നമ്മൾ മനുഷ്യരും ഒക്കെ പെടുന്നത്. അവശേഷിക്കുന്ന 95%-ത്തിൽ 27% ഡാർക്ക് മാറ്ററും പിന്നീടുള്ള 68% ഡാർക്ക് എനർജിയുമാണ്. ഡാർക്ക് എനർജി ഇവിടെ ഒരു വിഷയമായിട്ടേ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഡാർക്ക് മാറ്ററാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ സാധിക്കാത്ത ഡാർക്ക് മാറ്റർ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത്? അതിൻ്റെ കാരണം ഗാലക്സികളാണ്. ഗാലക്സികളിലേക്ക് നിങ്ങൾ നോക്കുക. ഗാലക്സി അതിശക്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പമ്പരം പോലെ. അങ്ങനെ കറങ്ങുന്ന ആ ഡിസ്കിൽ നിന്നും നക്ഷത്രങ്ങളൊന്നും തെറിച്ചു പോകുന്നില്ല. അതിൻ്റെ വേഗത വെച്ച് നോക്കുകയാണെങ്കിൽ അതിലുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതിൽ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോകേണ്ടതാണ്. കുട്ടികൾ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ചില എക്യുപ്മെൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കസേരയിൽ ഇരുന്ന് കുട്ടികൾ കറങ്ങാറുണ്ട്. കുട്ടികൾക്ക് പകരം ഞാൻ അവിടെ പേപ്പറുകൾ വെച്ചിട്ട് ശക്തമായ വേഗതയിൽ അത് കറക്കുകയാണെങ്കിൽ ആ പേപ്പർ അതിൽ നിന്ന് പറന്നു പോകുമല്ലോ. എന്നാൽ ആ പേപ്പറിൻ്റെ മുകളിൽ നല്ല ഭാരമുള്ള കല്ലുകൾ വെച്ചാലോ പേപ്പർ പറന്നു പോകില്ല. അതുതന്നെയാണ് ഈ ഗാലക്സിയുടെയും അവസ്ഥ. അവിടെ അടങ്ങിയിരിക്കുന്ന സ്റ്റാറുകളുടെയും അതുപോലെ ഗ്രഹങ്ങളുടെയും ഒക്കെ മാസ് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വേഗത എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അത്രയും തീവ്രമായ വേഗതയിൽ ആ ഗാലക്സി സ്വയം കറങ്ങുമ്പോൾ അതിലുള്ള ഈ ഭാരം കുറഞ്ഞ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ തെറിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷേ അവയൊന്നും തെറിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത് തെറിച്ചു പോകാത്തത്? നമുക്ക് കാണാൻ സാധിക്കാത്ത, ടെലസ്കോപ്പുകളിലൂടെ ഒന്നും പഠിക്കാൻ സാധിക്കാത്ത അദൃശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ അവിടെ അടങ്ങിയിട്ടുണ്ട്. അതൊരു അനുമാനമാണ്. ആ അനുമാനത്തെയാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. ഈ ഡാർക്ക് മാറ്റർ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ഉണ്ടായതെന്ന് പറയുന്നതാണ് ഈ പുതിയ 2 പേപ്പറുകൾ. ആ പേപ്പറുകൾ അനുസരിച്ച് പ്രപഞ്ചത്തിൽ 1 അല്ല 2 ബിഗ് ബാങ്ങുകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബിഗ് ബാങ് കണ്ടെത്തിയത് ജോർജസ് ലെമൈത്രി എന്ന ഒരു ഗവേഷകനാണ്. പക്ഷേ അതിൻ്റെയൊക്കെ തുടക്കക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് ആണ്. ആ ഫീൽഡ് ഇക്വേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് മറ്റൊരു ഗവേഷകനായ ഫ്രൈഡ്മാൻ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു.
ആ ഫ്രൈഡ്മാൻ ഇക്വേഷനിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൽ നിന്നുമാണ് ജോർജസ് ലമൈത്രി ബിഗ് ബാങ്ങിലേക്ക് എത്തിച്ചേരുന്നത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ സമയം കഴിയും തോറും ആ വികാസത്തിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ജോർജസ് ലമൈത്രി നേരെ വിപരീതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. 10 സെക്കൻഡ് ഉള്ളപ്പോൾ ഇത്രയും മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ വലിപ്പമെങ്കിൽ 20 സെക്കൻഡ് ആകുമ്പോൾ ഇത്രയുമല്ലേ വലിപ്പം, ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ സമയത്തിൻ്റെ പിന്നിലേക്കൊന്ന് സഞ്ചരിച്ചാലോ? ഒരു 20 സെക്കൻഡ് മുമ്പ് ഇതായിരുന്നു പ്രപഞ്ചത്തിൻ്റെ വലിപ്പം. ഒരു 10 സെക്കൻഡ് പിന്നെയും പുറകോട്ട് പോവുകയാണെങ്കിൽ ഇതായിരുന്നു പ്രപഞ്ചത്തിൻ്റെ വലിപ്പം. അങ്ങനെയാണെങ്കിൽ വളരെ വളരെ പിന്നിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോവുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം വളരെയധികം നേർത്തതായിരിക്കും. ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കിനും പ്രപഞ്ചത്തിൻ്റെ വലിപ്പം കൃത്യമായിട്ട് എത്രയാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെയുള്ള സകല പദാർത്ഥങ്ങളും ആ ചെറിയ ബിന്ദുവിൽ അടക്കം ചെയ്തിരിക്കുന്നു. ആ ചെറിയ ബിന്ദു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം അപ്പോൾ വളരെ വളരെ ചെറുതായിരുന്നു എന്ന് മാത്രം. ആ ബിന്ദുവിന് നമ്മൾ പറയുന്ന പേരാണ് സിംഗുലാരിറ്റി പോയിൻ്റ്. ആ സിംഗുലാരിറ്റി പോയിന്റിൽ നിന്നും പ്രപഞ്ചം വികസിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയയാണ് ബിഗ് ബാങ്. പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിശക്തമായ വേഗതയിൽ. ഇതാണ് ആദ്യത്തെ ബിഗ് ബാങ്. ഈ ആദ്യത്തെ ബിഗ് ബാങ്ങിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ മാറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല, ആറ്റം തന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രോട്ടോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ ന്യൂട്രോൺസ് ഉണ്ടായിരുന്നു, ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, അതിനു പുറമെ ഫോട്ടോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫോട്ടോൺസ് കാരണം ഉണ്ടാകേണ്ട പ്രകാശം അപ്പോൾ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് വളരെ ചൂടേറിയ ഒരു സൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പ്ലാസ്മ പോലെയാണ് നിലനിന്നിരുന്നത്. അങ്ങനെ പ്ലാസ്മയുടെ രൂപത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോൺസിനെ ശരിക്കും സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് ഈ ഇലക്ട്രോൺസായിട്ടും പ്രോട്ടോൺസായിട്ടും ഒക്കെ കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 3,80,000 വർഷം കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം ഒന്ന് തണുത്തു. അപ്പോഴത്തെ പ്രപഞ്ചത്തിൻ്റെ താപനില എന്ന് പറയുന്നത് 3000 കെൽവിൻ ആയിരുന്നു. അത്രയും കുറഞ്ഞൊരു താപനിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പ്രോട്ടോൺസിനും ഇലക്ട്രോൺസിനും പരസ്പരം കൂടിച്ചേരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനു മുൻപ് ഇത് സാധ്യമായിരുന്നില്ല. കാരണം അത്രയും ഉയർന്ന താപനിലയിൽ പ്രോട്ടോണും ഇലക്ട്രോണും കൂടിച്ചേരുന്നതല്ല. പക്ഷേ 3,80,000 വർഷം കഴിഞ്ഞപ്പോൾ ആ കൂടിച്ചേരൽ സംഭവിച്ചു. ആ കൂടിച്ചേരലിലൂടെ ന്യൂട്രലായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഉണ്ടായി വന്നു. ഈ ഘട്ടത്തിലാണ് ആദ്യമായി പ്രപഞ്ചത്തിൽ പ്രകാശം സഞ്ചരിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പുണ്ടായിരുന്ന പ്രപഞ്ചം പൂർണ്ണമായിട്ടും ഇരുട്ടിലായിരുന്നു. ഇപ്പോൾ സഞ്ചരിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ പ്ലാസ്മ സ്റ്റേറ്റിലല്ല പ്രപഞ്ചമുള്ളത്. പ്ലാസ്മ സ്റ്റേറ്റൊക്കെ മാറി താപനില കുറഞ്ഞ് ആറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ശൂന്യത ഇടയ്ക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ശൂന്യതയിലൂടെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിച്ചു. ആദ്യമായി ഉണ്ടായ ആ പ്രകാശം ഇപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അതിശക്തമായ ഫ്രീക്വൻസിയിലുള്ള ഒരു പ്രകാശമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രപഞ്ചമുണ്ടായിട്ട് 1380 കോടി വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമുണ്ടായ ആ പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ഇപ്പോൾ മൈക്രോവേവ് ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷനായിട്ട് മാറിയിട്ടുണ്ട്. ആ റേഡിയേഷൻ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും അടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന പേരുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. CMBR കണ്ടുപിടിച്ച് ബിഗ് ബാങ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ച 2 ഗവേഷകരാണ് അർണോ പെൻസിയാസും റോബർട്ട് വിൽസണും. ഇവർ 2 പേർക്കും ഇതിന് നൊബേൽ പുരസ്കാരവും ലഭ്യമായി. പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഈ പ്രക്രിയയ്ക്ക് ശേഷം വീണ്ടും ഒരു ബിഗ് ബാങ് സംഭവിച്ചു. ആ ബിഗ് ബാങ് ആണ് ഡാർക്ക് ബിഗ് ബാങ്. ഡാർക്ക് മാറ്റർ സൃഷ്ടിക്കപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നു. ഈ കാലഘട്ടത്തെയാണ് റീകോമ്പിനേഷൻ ഇറ എന്ന് പറയുന്നത്. അതിലൊരു പിശകില്ലേ? എന്തിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്? വെറും കോമ്പിനേഷൻ ഇറ എന്ന് പറഞ്ഞാൽ പോരെ? കാരണം അപ്പോഴല്ലേ ആദ്യമായിട്ട് പ്രോട്ടോണും ഇലക്ട്രോണും പരസ്പരം കൂടിച്ചേർന്നത്. അതിനു മുൻപ് പ്രോട്ടോണും ഇലക്ട്രോണും കൂടിച്ചേർന്നിട്ടേ ഇല്ല, കൂടിച്ചേരാൻ സാധിക്കുകയില്ലായിരുന്നല്ലോ. പക്ഷേ ഗവേഷകരുടെ ഹൈപ്പോത്തസിസ് അനുസരിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ റീകോമ്പിനേഷൻ നടക്കുന്നതിന് മുമ്പ് ബിഗ് ബാങ്ങിൻ്റെ ആദ്യ ഘട്ടത്തിൽ, ആ സിംഗുലാരിറ്റി പോയിന്റിലായിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സകല പദാർത്ഥങ്ങളും സകല ഊർജങ്ങളും ഒന്നായിരുന്നു, എല്ലാം ഒന്നായിരുന്നു. ആ ഒന്നായിരുന്നതിൽ നിന്നാണ് പല റേഡിയേഷൻസ് ആയിട്ട് അത് മാറിയത്. അതിൽ നിന്നാണ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഉണ്ടായത്.
പിന്നീട് ഈ പ്രോട്ടോൺസും ഇലക്ട്രോൺസും കൂടിച്ചേരുകയായിരുന്നു. അതായത് മുമ്പ് ഇതെല്ലാം ഒന്നായിരുന്നു, അതിൽ നിന്ന് വേർപിരിഞ്ഞ് വീണ്ടും ഒന്നിക്കുന്നു. അതുകൊണ്ടാണ് റീകോമ്പിനേഷൻ ഇറ എന്ന് പറയുന്നത്. പുതിയ ശാസ്ത്ര പ്രബന്ധം അനുസരിച്ച് ഈ റീകോമ്പിനേഷൻ ഇറയൊക്കെ കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഒരു ബിഗ് ബാങ് സംഭവിച്ചിട്ടുണ്ട്. ആ ബിഗ് ബാങ്ങിലൂടെയാണ് ഡാർക്ക് മാറ്റർ ഉണ്ടായത്. ആദ്യത്തെ ബിഗ് ബാങ്ങിൽ ഉണ്ടായത് നോർമലായിട്ടുള്ള മാറ്ററാണ്. ആ ബിഗ് ബാങ് തിയറിയിൽ ഒരിടത്തും ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പറയുന്നേയില്ല. ബിഗ് ബാങ്ങിൻ്റെ തിയറിയിൽ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അത് ബിഗ് ബാങ്ങിൻ്റെ ഒരു പോരായ്മയല്ലേ? കാരണം പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്റർ ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കണ്ടെത്തിയിട്ടേയില്ല. അതിനെക്കുറിച്ചുള്ള ഒരു തെളിവും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അതില്ലെങ്കിൽ ഈ കാണുന്ന ഗാലക്സി ഒന്നും ഇങ്ങനെ നിലനിൽക്കുകയില്ല. ഗാലക്സിയൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഡാർക്ക് മാറ്ററോ അല്ലെങ്കിൽ നമുക്കറിയാത്ത എന്തോ ഒരു പ്രതിഭാസമോ അവിടെ തീർച്ചയായിട്ടുമുണ്ട്. അതിന് നല്ല മാസുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ ഗ്രാവിറ്റി സൃഷ്ടിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് നമുക്കെല്ലാം ഇവിടെ ഇങ്ങനെ നിലനിൽക്കാൻ സാധ്യമാകുന്നത്. ആ വലിയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ രണ്ടാമത്തെ ബിഗ് ബാങ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ആ തിയറി അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഡാർക്ക് മാറ്റർ ഉണ്ടാകുന്നില്ല. ഫസ്റ്റ് ബിഗ് ബാങ്ങിൻ്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഫസ്റ്റ് ബിഗ് ബാങ്ങിൽ ആദ്യം ആറ്റംസ് ഉണ്ടാകുന്നില്ല, അതായത് നോർമൽ മാറ്റർ ഉണ്ടാകുന്നില്ല, റേഡിയേഷനാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബിഗ് ബാങ്ങിലും നേരിട്ട് ഡാർക്ക് മാറ്റർ ഉണ്ടാകുന്നില്ല. അവിടെയും റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡാണ് ഉണ്ടാകുന്നത്. ആ ഫീൽഡിനെ ഫൈ ഫീൽഡ് എന്നാണ് ഈ പേപ്പറിൽ പ്രതിപാദിക്കുന്നത്. ഫൈ ഫീൽഡ് ഉണ്ടായി പിന്നീട് അത് ഡീകേ ചെയ്തിട്ടാണ് ഡാർക്ക് മാറ്ററായിട്ട് മാറുന്നത്. അത് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു അനാലജി ഉണ്ട്. ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം എടുക്കുക. ആ വെള്ളമാണ് ഫൈ എന്ന് കരുതുക. അതായത് രണ്ടാമത്തെ ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായ ഫീൽഡ് ആ വെള്ളമാണ്. ആ വെള്ളത്തെ നമ്മൾ തിളപ്പിക്കുകയാണെന്ന് കരുതുക. പതിയെ പതിയെ അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടും. ആ കുമിളകളാണ് ഡാർക്ക് മാറ്റർ. ആദ്യമുണ്ടായിരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ജലമാണ്. പിന്നീട് അവിടുത്തെ താപം അല്ലെങ്കിൽ ഊർജം കാരണം അവിടെ കുമിളകളുണ്ടായി. ആ കുമിളയാണ് ഡാർക്ക് മാറ്റർ. ആ ഫീൽഡിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഡാർക്ക് മാറ്റർ. ഡാർക്ക് മാറ്ററിൻ്റെ സ്വഭാവവും ഈ കുമിളകൾ പോലെയാണെന്നാണ് പേപ്പറിൽ പരാമർശിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടാമത്തെ പേപ്പറിൽ ഈ കുമിളയെക്കുറിച്ചും അതിൻ്റെ പാരാമീറ്ററിനെ കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഗ്രാഫും നിങ്ങൾക്ക് ആ പേപ്പറിൽ കാണാൻ സാധിക്കും. അതിൽ പല പാരാമീറ്റേഴ്സും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. വൈറ്റ് ആയിട്ടുള്ള സ്പേസിലുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഇതുവരെയായിട്ടും നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ശൂന്യമാക്കി അവർ ഇട്ടിരിക്കുകയാണ്. ഈ പേപ്പർ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ കൂടി തരുന്നുണ്ട്. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധ്യമാകും. ഡാർക്ക് മാറ്ററിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രണ്ടാമതുണ്ടായിട്ടുള്ള ബിഗ് ബാങ്ങും ആ ബിഗ് ബാങ്ങിനെ തുടർന്നുണ്ടായിട്ടുള്ള ആ ഫൈ ഫീൽഡും അവിടെ വലിയൊരു ഗ്രാവിറ്റേഷണൽ വേവ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അതിഭീകരമായിട്ടുള്ളൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. നമുക്കത് അളന്നെടുക്കാൻ സാധ്യമാകേണ്ടതാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും സൃഷ്ടിക്കുന്ന ഒരു തരംഗമാണ്. ഇപ്പം നമ്മൾ ബഹിരാകാശത്തേക്ക് പോവുകയാണ്, സ്പേസ് സ്യൂട്ടൊക്കെ ധരിച്ചിട്ട്. നമ്മൾ ബഹിരാകാശത്തുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ഉണ്ടാക്കും. പക്ഷേ അത് നമ്മുടെ ഭൂമിയിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. നമ്മൾ ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ടേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ഒബ്സർവേറ്ററി സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മൾ സൃഷ്ടിക്കുന്ന തരംഗം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ ഭൂമി സൃഷ്ടിക്കുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ. ആ തരംഗത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. വലിയ ബ്ലാക്ക് ഹോളുകളുടെ തരംഗമാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ ഗ്രാവിറ്റേഷണൽ വേവിന് പ്രകാശത്തിൻ്റെ അത്രയും വേഗതയിൽ തന്നെ സഞ്ചരിക്കാൻ സാധിക്കും. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രകാശമാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നതെന്ന്. അതിൽ ചെറിയൊരു പിശകുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് കോസ്മിക് ലിമിറ്റാണ്. പ്രപഞ്ചത്തിലൂടെ ഒന്നിനും ഈ കോസ്മിക് ലിമിറ്റിന് മുകളിലുള്ള വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. കോസ്മിക് ലിമിറ്റിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ എടുക്കുക.
ആ നാഷണൽ ഹൈവേയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ആണെന്ന് കരുതുക. ഒരു വാഹനത്തിനും ഈ 60 കിലോമീറ്ററിന് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. പ്രപഞ്ചത്തിലൂടെ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററിന് അടുത്തുള്ള വേഗതയ്ക്ക് മുകളിലുള്ള ഒരു വേഗതയിലൂടെ സഞ്ചരിക്കാൻ ഒരു വസ്തുക്കൾക്കും സാധിക്കുന്നതല്ല. ആ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ആ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് രണ്ട് തരംഗങ്ങൾക്കാണ്. ഒന്ന് പ്രകാശം, മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ വേവ്. ഇപ്പോൾ നിങ്ങൾ കരുതുക, പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കുകയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ തരംഗത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നതെന്നാണ്. തരംഗത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. ഈ തരംഗത്തിൽ ഒരു മാസും അടങ്ങിയിട്ടില്ല. ഫോട്ടോൺസ്, അതായത് പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഘടനയായിട്ടുള്ള ഫോട്ടോൺസിലും മാസ് അടങ്ങിയിട്ടില്ല. മാസ് ഇല്ലാത്ത പദാർത്ഥങ്ങൾക്ക് ആ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ വേവിനെ ഒരു പദാർത്ഥം എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. പദാർത്ഥമല്ല, അതൊരു തരംഗം മാത്രമാണ്. അതിന് തരംഗ സ്വഭാവം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ബിഗ് ബാങ്ങിൽ ഡാർക്ക് മാറ്റർ ഉണ്ടായി വന്നപ്പോഴും അതിശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ പേപ്പറിൽ പറയുന്നുണ്ട്. അങ്ങനൊരു വേവിനെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു വേവ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് നിലവിൽ ഗവേഷകർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റുകൾ അത്തരത്തിലുള്ള തരംഗങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് ഡാർക്ക് മാറ്റർ കാരണം ഉണ്ടായിട്ടുള്ള തരംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രം. ഇനി നടത്താൻ പോകുന്ന പഠനങ്ങളിൽ ഈ കാര്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഗവേഷകർക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്താൻ സാധിക്കും. ചുരുക്കത്തിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന നവംബർ 15-ാം തീയതിയിലെ പേപ്പർ ശരിക്കും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ്. ഒരുപാട് സാധ്യതകൾ അത് തുറന്നു വയ്ക്കുന്നുണ്ട്. അത് ഒരു വലിയ കൺക്ലൂസീവായിട്ടുള്ള ഒരു പേപ്പറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് കുറേ പോരായ്മകളുണ്ട്. പക്ഷേ ഇങ്ങനെ പോരായ്മകളുള്ള ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു വരുമ്പോഴാണ് ആ പോരായ്മകളെ മറികടന്നുകൊണ്ട് കൂടുതൽ ശാസ്ത്ര പ്രബന്ധങ്ങൾ ഗവേഷകർ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മളൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുകയായിരിക്കും. ഈ ഒരു ശാസ്ത്ര പ്രബന്ധത്തിൽ ഒരുപാട് റിസർച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്തുകൊണ്ട് വേറെയും ഗവേഷകർ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുന്നതിലൂടെ ഈ തിയറി കുറച്ചുകൂടെ മികച്ച തിയറിയായിട്ട് മാറും. നമ്മുടെ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തു വരുമ്പോൾ അത് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 2 കോഴ്സുകൾ, ആ കോഴ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് പരിശോധിക്കുക.